നാട്ടിൽ പ്രയാസവും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരെ ഒരു നിലക്കും നമുക്ക് അവഗണിക്കാൻ നിർവാഹമില്ല എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു മസാല ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഒരു മനുഷ്യൻ ഒളു എടുക്കാൻ വേണ്ടി വെള്ളത്തിന് കഷ്ടപ്പെടുമ്പോൾ അയാളെ കയ്യിൽ വെള്ളം വാങ്ങാൻ ക്യാഷില്ല. അപ്പോൾ ഒരു മുതലാളിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് വെള്ളം വാങ്ങണം, ത്വഹാറത്തിനുള്ള സമൻ, വെള്ളം വാങ്ങാനുള്ള വില, അതിൻ്റെ പൈസ എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞു, മുതലാളി വെള്ളത്തിനുള്ള വില കൊടുക്കൽ നിർബന്ധം ഇല്ല. അയാൾ തയമ്മം ചെയ്തിട്ട് നിസ്കരിച്ചോട്ടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ. അതേ സമയം ലൗ സുഇല ഖാദിറുൻ ഫീ ദഫ്ഇ ളറരിൻ, ഒരു മുതലാളിയോട് വന്നിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് മരുന്ന് മേടിക്കണം, അതിന് കുറച്ച് ക്യാഷ് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചാലോ ലം യജുസ് ലഹുൽ ഇംതിനാഉ, അവിടെ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല, നിർബന്ധമായിട്ടും അയാൾ കൊടുത്തിരിക്കണം. ഉജ്റത്തു തബീബ്, ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഫീസ് വന്ന് ചോദിച്ചു, അല്ലെങ്കിൽ സമനുൽ അദ്വിയ, മരുന്നുകൾ വാങ്ങാനുള്ള വില നിന്നോട് വന്ന് ചോദിച്ചു, നീ മുതലാളിയാ, നിനക്ക് കൊടുക്കാൻ കഴിവുണ്ട്, എന്നാൽ നിർബന്ധമായിട്ടും കയ്യിലുള്ള സംഖ്യ അയാൾക്ക് കൊടുത്തിരിക്കണം. എന്ത് ചെയ്യാൻ പറ്റൂല, അത് അപ്പുറത്ത് എന്നെക്കാളും വലിയൊരു മുതലാളിയുണ്ട്, അയാളോട് ചെന്നിട്ട് ചോദിക്ക് എന്ന് പറയാൻ വകുപ്പില്ല. എന്തുകൊണ്ടാ അത് പറ്റാത്തത്? ഇബ്നു ഹജർ തങ്ങൾ അതിന് പറഞ്ഞ കാരണം ആ മുതലാളി മറ്റേ മുതലാളിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കും, ആ മുതലാളി മറ്റേ മുതലാളിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ഇങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് അവസാനം ഇവനിക്ക് വില കിട്ടാണ്ടായി പോയാലോ? അപ്പൊ അതുകൊണ്ട് പൊതുവെ ഒരു മനുഷ്യന്റെ പ്രയാസത്തിൽ ഇടപെടുന്നത് ഫർള് കിഫയാണെങ്കിലും ആരെങ്കിലൊക്കെ ഇടപെട്ടാ മതിയെങ്കിലും ഒരാളോട് വന്നിട്ട് ഒരു പാവപ്പെട്ടവൻ വസ്ത്രം ചോദിച്ചാൽ, ഭക്ഷണം ചോദിച്ചാൽ, മരുന്നിലുള്ള ക്യാഷ് ചോദിച്ചാൽ അയാൾക്കത് ഫർള് ഐനായി മാറിപ്പോയി. എന്നത് അയാളോട് ചോദിക്ക്, അപ്പുറത്തേക്ക് പോയിക്കോ, മറ്റോടത്ത് വാങ്ങിക്കോ എന്ന് പറയാൻ നിർവാഹം ഇല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒളു എടുക്കാനും കുളിക്കാൻ ആവശ്യമുള്ള വെള്ളത്തിനുള്ള വില ചോദിച്ചാൽ കൊടുക്കൽ നിർബന്ധമല്ല, അത് ഇബാദത്താ, അത് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അത് പടച്ചോൻ പൊരുത്തപ്പെടും. അതേസമയം ഒരു മനുഷ്യന്റെ വിഷയത്തിൽ ഇടപെടാൻ നിങ്ങളോട് വന്നിട്ട് ക്യാഷ് ചോദിക്കുമ്പോൾ കൊടുക്കാതിരുന്നാൽ അത് മനുഷ്യനും പൊരുത്തപ്പെടൂല, അള്ളയും പൊരുത്തപ്പെടൂല. അത് മനുഷ്യരോടുള്ള ഹക്കിന്റെ കടുപ്പാ. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു രോഗിയായ മനുഷ്യനെ പരിചരിക്കുന്ന വ്യക്തിക്ക് ജുമാ ജമാഅത്ത് വരെ പണ്ഡിതന്മാർ ഇളവ് ചെയ്തു കൊടുത്തു. ധാരാളം കേസുകളിൽ ജുമാക്കും ജമാഅത്തിനും പോകാതെ ഇരിക്കാനുള്ള അവസരം പറഞ്ഞപ്പോ പണ്ഡിതന്മാർ അക്കൂട്ടത്തിൽ പറഞ്ഞു, ഔ ഹുദൂറു ഗരീബിൻ ഔ അജ്നബിയിൻ മരീദിൻ ബിലാ മുതാഹിദ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയതാ, അപ്പൊ അവിടെ ഒരു രോഗി കിടക്കുന്നുണ്ട്, അയാൾ നമ്മുടെ ബന്ധുവാവട്ടെ, ഒരു പരിചയമില്ലാത്ത, ഒരു കുടുംബ ബന്ധമില്ലാത്ത അന്യ ഒരു വ്യക്തിയാവട്ടെ, അയാൾക്കൊരു പരിചാരകനില്ലാതെ അയാൾ ഒറ്റക്കൊരു ബെഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ അയാളെ പരിചരിക്കാൻ വേണ്ടി കൂട്ടുനിന്നിട്ട് ജുമാ ജമാഅത്ത് വരെ മുടങ്ങിയാൽ അല്ലാഹു തആല ചോദിക്കൂല. അതിന്റെ അർത്ഥം നിസ്കാരം തീരെ ഒഴിവാക്കണം എന്നല്ല, ഫർള് നിസ്കാരത്തിന് അളവില്ല, ഫർള് നിസ്കാരം നിസ്കരിക്കണം, പക്ഷേ അവർ ജമാഅത്തിന് പോയില്ല, ജുമാക്ക് പോയില്ല, ജുമാ ഒഴിവാക്കിയിട്ട് ളുഹർ നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ ചോദ്യം ഉണ്ടാവൂല. അല്ലെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഒരു രോഗി അവിടെയുണ്ട്, ആ രോഗിന്റെ കൂടെ ഒരു കൂട്ടിരിപ്പിന് ഒരാൾ ഉണ്ടായിരുന്നു, പക്ഷേ അയാൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ പകരം നിർത്തിയിട്ട് പോയാ, ജുമാന്റെ സമയമായിട്ടുണ്ട്. എന്നാൽ രോഗിക്ക് കൂട്ടിരിപ്പിനുള്ള വ്യക്തി മരുന്ന് വാങ്ങാനോ മറ്റോ പോകുമ്പോൾ നമ്മളെ പകരം നിർത്തിയിട്ട് പോയിട്ട് നമ്മുടെ ജുമാ ജമാഅത്ത് മുടങ്ങിപ്പോയി. എന്നാലും എന്തുകൊണ്ടാണ് നീ ജുമാക്ക് പോവാത്തത്, എന്തുകൊണ്ടാണ് ആ ജമാഅത്ത് മുടക്കിയത്, അല്ലാഹു തആല ചോദിക്കൂല. കാരണം ഒരു രോഗിക്ക് കൂട്ടിരിപ്പ് നിന്നിട്ട് പരിചാരകരായി നിന്നിട്ട് ജുമാ ജമാഅത്ത് മുടക്കുന്നത്, അത് മുടക്കാനുള്ള കാരണങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകം എണ്ണിയിട്ടുള്ളതാ. ഇത് പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാ, ലിഅന്ന ഹിഫ്ളഹു അഹമ്മു മിനൽ ജമാഅ, ഒരു രോഗിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് നിങ്ങളെ ജുമയെക്കാളും ജമാഅത്തിനേക്കാളും പ്രധാനപ്പെട്ടതാ. അപ്പൊ രോഗികളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാന്മാരുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാമല്ലോ, മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയത് കൂടുതൽ ദിക്ർ ചൊല്ലിയിട്ടും നിസ്കരിച്ചിട്ടൊന്നുമല്ല, അതിനൊക്കെക്കാൾ ഏറ്റവും പ്രധാനമായി മഹാനവറുകൾ കണ്ടിരുന്നത് നാട്ടിൽ എവിടെയെങ്കിലും
രോഗം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട് എന്ന് മഹാനവർകൾ അറിഞ്ഞാൽ എത്ര ദൂരെ നടന്നിട്ട് വേണമെങ്കിലും ചെന്നിട്ട് അവരെ പരിചരിക്കും, അവർക്ക് വസ്ത്രം അലക്കി കൊടുക്കും, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അത് വിലായത്തിന്റെ ഒരു റൂട്ടാണ്. വലിയാവാൻ ദിക്ർ ചൊല്ലണം, ഖുർആൻ ഓതണം, നിസ്കരിക്കണം എന്ന് തന്നെയില്ല. അതൊക്കെ വേണ്ടത്ര ചെയ്തിട്ട് അതിനു പുറമേ ജനസേവനം കൊണ്ട് നമുക്ക് വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ പറ്റും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഹില്യത്തുൽ ഔലിയായിൽ പറഞ്ഞില്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയുടെ ഇരുട്ടിൽ പല വീട്ടിലേക്ക് ഇങ്ങനെ കയറിയിറങ്ങും. ഇതെല്ലാം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കയറി ഇറങ്ങിയ ഒരു വീട്ടിലേക്ക് ചെന്നു നോക്കി. എന്തിനായിരിക്കും ഉമർ തങ്ങൾ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടാവുക? ഫൈദാ ബിഹി അജൂസത്തുൻ നമ്യാ. ഉമർ ഖത്താബ് തങ്ങൾ കയറി ചെന്ന വീട്ടിൽ ഒരു അന്ധയായ, കണ്ണിന് കാഴ്ചല്ലാത്തൊരു വയസ്സായ പെണ്ണുങ്ങളാണുള്ളത്. അപ്പൊ ചോദിച്ചു, എന്തിനാന്ന് രാത്രി കാലങ്ങളിൽ ഉമർ ഖത്താബ് ഇവിടെ വരുന്നത്? ആ മനുഷ്യൻ എന്തിനാ ഇവിടെ വന്നിട്ട് പോകുന്നത്? അപ്പൊ ആ പെണ്ണ് പറയുന്നത് എന്താ? ഫഇന്നഹു യതഅഹദുനി മുൻദു കദാ വകദാ. എത്രയോ കാലായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പണി എന്താ? എൻ്റെ വീട്ടിൽ രാത്രി വന്നിട്ട് എന്നെ പരിചരിക്കലാണ് മഹാനവറുകളുടെ പണി. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ കൊണ്ടു തന്ന് തരലാണ് പരിപാടി. വയുഖ്രിജു അന്നൽ അദാ. എനിക്ക് മലമൂത്ര വിസർജനം വരെ പറ്റുന്നില്ല, അതെല്ലാം വൃത്തിയാക്കിയിട്ട് രാത്രി വന്നിട്ട് ചെയ്ത് ശരിയാക്കലാണ് ഉമർ ഖത്താബ് തങ്ങളുടെ പണി. ഇത് കേട്ടപ്പോ മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, ഈ ഇത്രയും വലിയ മഹാനായ ഉമറിന്റെ കുറ്റങ്ങളാണോ ഞാൻ അന്വേഷിച്ച് നടന്നത്? അത് എന്റെ കുഴപ്പല്ലേ? ഞാൻ രാത്രി വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ഉമർ ഖത്താബ് തങ്ങൾ എന്തിനാ വീട്ടിൽ കയറി ഇറങ്ങുന്നത് എന്ന് ചോദിച്ചു വന്നത്. ഇത്രയും വലിയ ജനസേവനം ചെയ്യുന്ന ഉമറിനെ തെറ്റിദ്ധരിച്ച എന്നെക്കാളും മോശക്കാരൻ ആരുണ്ട് എന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹില്യത്തുൽ ഔലിയായിൽ കാണാം. അപ്പൊ മഹാന്മാരൊക്കെ വലിയ വലിയ ദറജകൾ എത്തിച്ചത് അവർ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം മനുഷ്യരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നീക്കം ചെയ്യുന്ന വിഷയത്തിലും കൂടിയാണ്. അപ്പൊ ആ വിഷയത്തിലും കൂടി നമുക്കൊക്കെ ശ്രദ്ധയുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ.